ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു മേക്കിംഗ് വീഡിയോ കാണാം. അപ്പോൾ ഇതാ ഞാൻ കുട്ടികളുടെ ആ ഒരു സൈസിലുള്ള ബാങ്കിളാണ് കേട്ടോ ഇത്. ഇതേപോലത്തെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇത് ഒറ്റ പീസായിട്ടുള്ള ചെറിയ സിംഗിളായിട്ടുള്ള ബാങ്കിളാണ്. ഇതുപോലെ നമുക്ക് കുറച്ചുകൂടി ഒരു ഒറ്റ പീസായിട്ട് ഇതിപ്പം 4 കൂടി ജോയിൻ ചെയ്ത് ഇങ്ങനെ ഒറ്റ ഒരു കുറച്ചുകൂടി വീതിയുള്ളൊരു വളയാക്കി നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മുടെ വീതി വേണ്ടത് അതനുസരിച്ച് നമുക്കിത് ഓരോന്നിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 2 ഐറ്റം മാത്രം മതി. നമ്മുടെ ഇതുപോലുള്ള സ്റ്റോൺ ലേസാണ് വരുന്നത് കേട്ടോ. സ്റ്റോൺ ലേസും അതുപോലെ തന്നെ ബാങ്കിളും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് എടുക്കാം, അല്ലാതെ ഈ സിംഗിളായിട്ട് നമുക്കിവിടെ ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിതിനകത്ത് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇതിങ്ങനെ സ്റ്റോൺ മുകളിലോട്ടായി വരുന്ന രീതിയിൽ ഇതേപോലെ നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാനിപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്യാതെ ആണെങ്കിലും ഫുള്ളായിട്ടാണെങ്കിലും വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാങ്കിളിലും ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുവാണ്. ഇത് ഒട്ടിച്ചിട്ട് ഇതൊന്ന് സെറ്റാവട്ടെ. എന്നിട്ട് നമുക്കിതുപോലെ ചെയ്തെടുത്തിട്ട് 3 പീസ് നമുക്ക് ചെയ്യും. ഇതുപോലെ അതിനകത്ത് 3 എണ്ണം ചെയ്തെടുക്കണം. 3 ബാങ്കിളിൽ ഇതുപോലെ സ്റ്റോൺ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ 2 എണ്ണത്തിലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 3 എണ്ണം. നമുക്കിഷ്ടമുള്ള ലെയറിൽ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ സ്റ്റോണിൻ്റെ ഈ മറു സൈഡിലും കൂടെ ഗ്ലൂ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് എടുത്ത് നമുക്ക് ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും ഗ്ലൂ തേച്ച് കൊടുക്കുക. ഇത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഇനി ഒരു ലെയർ നമുക്ക് പ്ലെയിൻ ആയിട്ട് വെച്ച് കൊടുത്താൽ മതി. ഒരു ബാങ്കിളും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാങ്കിൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് നല്ല ഭംഗിക്ക് കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഗ്ലൂ ഒക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് സെറ്റായതിന് ശേഷം ഗ്ലൂ നമുക്ക് നല്ലപോലെ എല്ലാം ഒന്ന് പൊളിച്ച് കളയാം. ഉണങ്ങിയതിന് ശേഷം ആകുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ഇരിക്കുന്നതൊക്കെ നമുക്ക് പൊളിച്ച് കളയാവുന്ന കേട്ടോ.
ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് നമ്മൾ കറക്റ്റ് അളവൊക്കെ എടുത്താണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ നമുക്കിങ്ങനെ ലെയറിൽ ചെയ്തെടുക്കാം. അതായത് ഫസ്റ്റത്തെ ഒരു കുറച്ചിങ്ങനെ നീങ്ങി, രണ്ടാമത്തെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങി, മൂന്നാമത്തത് ഇങ്ങനെ, ആ രീതിയിൽ നമുക്കിവിടെ ഇതിങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. കറക്റ്റും കൂടി നമ്മൾ സ്റ്റോൺ ഒട്ടിക്കാൻ നേരം ഒന്നൊന്ന് മാർക്കൊക്കെ ചെയ്തിട്ടൊക്കെ എടുക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി. കുട്ടികൾക്കും ഒറ്റ ബാങ്കിൾ ഇട്ട് കൊടുത്താൽ മതിയാവും. നമുക്ക് എൻ്റെ കയ്യിൽ ഇപ്പം അതാ നമുക്ക് ഈ ഒരു സൈസ് മാത്രമാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. കണ്ടോ, ഇത് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 7 വയസ്സ് ഒക്കെ പറ്റുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും. സൈസ് പ്രായം പറഞ്ഞിട്ട് കാര്യമില്ല, സൈസ് നോക്കണം. ഞാൻ എന്തായാലും നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇടാം. ഞാൻ നോക്കി കറക്റ്റ് സൈസ് ഞാൻ പറയാം എത്രയാണ് സൈസ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാം. നമുക്കത് ആ ഒരു ചെറിയൊരു പീസ് മതി, ഒരു സ്റ്റോൺ ലേസ്, ചെറിയൊരു പീസ് സ്റ്റോൺ ലേസ് ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമുക്ക് ഈ ഒരു പാക്കറ്റിനകത്ത് ഇത്രയാണ് പീസ് വരുന്നത്. നമുക്കിതുപോലെ 2 എണ്ണം ചെയ്തെടുക്കുകയാണെങ്കിൽ 2 കയ്യിലും ഓരോന്നും അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പോൾ വേണ്ടവർ എൻ്റെ വാട്സപ്പിന് മെസ്സേജ് അയക്കാം കേട്ടോ. ഓക്കെ, ബൈ.